സീമെന്നാണ് പേര്. സീമ ഫ്രണ്ടിനെ വിളിക്കും, സീമാമെന്ന് വിളിക്കും. രണ്ട് സ്ഥലം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. അവനുണ്ട് അപ്പം ഫോണേന്ന് ഞങ്ങൾ മമ്മീസ് ഡ്രൈവിങ്. ഞങ്ങളെന്തോ അവിടെ നിന്ന് ഇവിടെ വരെ കുറച്ചുള്ളൂ. ഒരു 1 2 3 4 5 6 7 8 സ്റ്റോപ്പിൻ്റെ ഡിഫറൻസ്. 8 ബസ് സ്റ്റോപ്പ്സ് ഡിഫറൻസ്. 8ാമത്തെ ബസ് സ്റ്റോപ്പാണ് ഞങ്ങൾ. 1 മുതൽ 8 വരെയുള്ള ബസ് സ്റ്റോപ്പ്. നമ്മുടെ ഇപ്പോൾ ഇല്ലിക്ക് അമ്പലത്തിൻ്റെ എത്തി. അമ്പലത്തിൻ്റെ അടുത്ത് അമ്പലം കുറേ പ്രേക്ഷകർ പ്രാർത്ഥിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. കുറേ അമ്മമാർ അവിടെയാണ് ജിസ്മാൻ വിമൽ അന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞത് പെട്രോളില്ല വണ്ടിയിൽ, എപ്പോഴാണെങ്കിൽ നിന്ന് പോകാം. അപ്പോൾ പെട്രോൾ അടിക്കണം. അനീൻ്റെ കയ്യിൽ വാശിക്കാറുണ്ട്. ഫുള്ള് വാശിക്കാറ് പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഇപ്പോഴും ഉണ്ട് എൻ്റെ ഞാൻ യൂസ് കിട്ടി. ഇതാണ് ഞങ്ങളുടെ പള്ളി. ഇതെൻ്റെ കസിൻ്റെ പള്ളിയാണ്. എൻ്റെ പള്ളിയെന്നും പറയുന്നത് ഇതാണ് ഞങ്ങളെ. ഇപ്പോൾ എന്നതാണ് ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റൽ വീട്. ഞങ്ങൾ നിൽക്കുന്നത് OP ബ്ലോക്കിലാണ്. കൂട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പൂപ്പനക്കുന്നിലാണ്. പൂപ്പനക്കുന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പൂപ്പനയുടെ കുന്നൊന്നും അല്ലത്. നമ്മുടെ വീട് എത്താറായിട്ടില്ല. ഞങ്ങൾ ഇപ്പം ഇറങ്ങിയുള്ളൂ. കൂടി പോവാറുണ്ട്. ഇറങ്ങിയപ്പോൾ ഇതൊരു വലിയ വീട് കണ്ടേ. ഇതാണ് ഗൈസ് ആ വീട്. സ്വിമ്മിങ് പൂളൊക്കെ ഉള്ളൊരു വീടാണ്. ഈ വീട്ടിൽ ജനിക്കണവർ ഭാഗ്യവാന്മാർ. ആ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്ത് ലൈറ്റുള്ളതിന് തെളിച്ചത്. കാരണം ആ വീട്ടിലൊക്കെ കുറേ ലൈറ്റ് കൊണ്ട് തെളിച്ചിട്ടൊക്കെയാണ്. ഇവിടെ അങ്ങനെ നമ്മൾ ഒഴുകി നമ്മുടെ വീട്ടിലെത്താറായി. ആ പൂപ്പന സ്റ്റോപ്പ് എത്തിയേ. പിന്നെ കോൺവെൻറ്റ് പള്ളി, അതായത് സേക്രഡ് ഹാർട്ട് പള്ളിയിൽ പെരുന്നാൾ നടക്കണേ. അപ്പോൾ കഴിഞ്ഞിട്ട് ഒരെണ്ണം നമ്മൾ അങ്ങോട്ട് കയറി. സേക്രഡ് ഹാർട്ട് പള്ളി കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ആ വീട്ടിൽ ലൈറ്റ്. അതുകൊണ്ട് പ്ലേസ് ആ സേക്രഡ് ഹാർട്ട് പള്ളി കാണിച്ചത്. ഇതാണ് പെരുന്നാൾ. അവിടെ കുറേ കടകളൊന്നുമില്ല. അനിയന് കട കണ്ടാൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. അനിയൻ കട കഴിക്കണമോ അത്രയേ ഉള്ളൂ. പള്ളി എത്താറായി. പടക്കം പൊട്ടിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞങ്ങൾ രാവിലെ പോന്നപ്പോൾ ഒരു മരണം ഉണ്ടായി. മഴ പെയ്തായതുകൊണ്ട് ഈ പറയണതേ ഞങ്ങൾ പള്ളി എത്തി. ആ പള്ളിയിലെ ലുക്ക് കണ്ടോ. ഇതാണ് OLF സ്കൂൾ. OLF പോലീസുകാർ ഐസ്ക്രീം ഇതാണ് പള്ളി. ഇതാണ് പള്ളി. പോലീസ് കൊണ്ടിട്ട് പോലെയുള്ള സാധനം. പിന്നെ അങ്ങോട്ട് പെട്രോൾ അടിക്കണം. അമ്മ പെട്രോൾ അടിക്കാൻ ഇപ്പം പോകുന്നുണ്ടോ? tomorrow morning we are going to petrol അടിക്കാൻ പോകും. അടിക്കും.
പേര് പ്രിയദർശിനി ബസ് സ്റ്റോപ്പിലാണ്. അപ്പോളോ കഴിഞ്ഞു. പറ്റില്ല, പക്ഷേ പറ്റില്ല. വിളിക്കേ ഉള്ളൂ. ഇത് എന്റെ സ്കൂളാണ് കേട്ടോ. ഒന്നുകൂടി പറ. എന്റെ സ്കൂളാണ് കേട്ടോ. അത് അവന്റെ സ്കൂള്, ഡേ കെയർ പ്ലേ സ്കൂൾ. എല്ലാം കഴിഞ്ഞു പോയി. ഒരു ഡ്രസ്സ് കട ഇങ്ങോട്ട് ഒരു കാറായപ്പോഴും മുതലാഴ്ച കളിക്കും. ഈ ഭാഗത്തായിട്ട് അങ്ങനെ ലൈറ്റൊന്നുമില്ല. കറണ്ടും പോയിട്ടില്ല. കറണ്ടുണ്ട്, ബട്ട് അങ്ങോട്ട് ലൈറ്റില്ല. വണ്ടികൾ വന്നാലും മാത്രമേ ലൈറ്റില്ല. നോക്കിയിരിക്കും, ഫുള്ള് ലൈറ്റില്ല. നമ്മളുടെ വഴിയിലേക്ക് തിരിയുകയാണ്. ഇവിടെ റോഡ് പൊളിച്ചിട്ടൊക്കെ കാരണം നമുക്ക് നല്ല പണിയാണ് വണ്ടി എടുക്കാൻ. നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ മേടിച്ചെടുത്ത് ഇറങ്ങുമ്പോഴേ ഞാൻ വീട്ടിലേക്ക് പതിയുന്നുണ്ട്. ഞാൻ നടന്നോളാം. ഞാൻ നടക്കാതെ പറഞ്ഞു. ഇവിടെ ഒരു ഞങ്ങളുടെ ആൻറ്റിയുടെ വീടാണ്. ഈ വീട്ടുകാരുടെ വീട്ടിലാണ് സ്വർഗക്കനി എന്നുള്ള പഴമുള്ളത്. നമ്മളിപ്പോൾ ഈ വീട്ടിലാണ്. ആ വീട്ടിലാണ് സ്വർഗക്കനി എന്നുള്ള ഇതുള്ളത്. അപ്പം അമ്മക്കും മെഴ്സിയൻ്റെ വീട്ടിലിറങ്ങണമെന്ന് ഞാൻ പറഞ്ഞേച്ച് ഇറങ്ങണേനെ. ഞാൻ എന്തേ നടന്നു ഓടിക്കോ. ഓടി ഗൈസ്, ഓടി. ഇപ്പോൾ ഞാൻ നടക്കുന്ന ഇരുട്ട് കൊത്തിയ വഴിയിലാണ്. അവിടെ പിന്നെ ഞാൻ പറയാനുള്ളത്, നേരത്തെ ഒന്നും കണ്ടില്ല. എൻ്റെ കൈയോടെ ഞാൻ മാറിയിട്ടാ കാണിക്കാൻ പറഞ്ഞേ. അടുത്തൊന്നും വീഡിയോ ഉണ്ടായില്ലല്ലോ. അതാ ഈ ടോപ്പ് എങ്ങനെയുണ്ട്? ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്കിത് പെർഫെക്റ്റാണ്. അപ്പോൾ വീടെത്തി. ഇത് ഞങ്ങളുടെ കസിൻസിൻ്റെ വീടാണ്. ഇവിടെ ആരും ആൾക്കാർ, പക്ഷേ ലൈറ്റ് കത്തി കാണാം. ഇത് ഫുള്ള് ഞങ്ങളുടെ കസിൻസ് വീടാണ്. എൻ്റെ വീട് എൻ്റെ ബ്ലൂ ഷീറ്റ് ഇട്ട വീട്. തിരിച്ചടക്കട്ടെ, ഇവിടെ ആരുമില്ല. തിരിച്ചടക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് കസിൻ്റെ വീട്. ഗേറ്റ് അങ്ങനെയാണ്. നടക്കാമല്ലോ. ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ടെങ്കിലും നടക്കണം. വീണ്ടും ഞാൻ ഇരുട്ടും കുത്തി പൊടിയാണ് ഗൈസ് പോകുന്നത്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, കാരണം നമ്മുടെ ഈ ഫോണില്ലേ, അപ്പോൾ ഫോണല്ലാണ്ട് പേടിയില്ല എന്നൊന്നും ഞാൻ പറയാനുള്ള. അതേ അമ്മ ഒരു വീട്ടിലേക്ക് കയറി. ആ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ഇരുട്ടും കുത്തി കിടക്കുന്ന ഇരുട്ടും കുത്തി ഞാൻ തിരിച്ചോട്ടെ. അമ്മ വീടിൻ്റെ താക്കോൽ എവിടെ? എനിക്കത് വീടിൻ്റെ താക്കോൽ വാങ്ങിക്കട്ടെ. അമ്മ വീടിൻ്റെ താക്കോൽ എന്തേ? വീടും താക്കോലും ഫ്രണ്ടി പോണേണോ അങ്ങോട്ട്. പോകുന്നത് എൻ്റെ ശത്രുവാണ് കേട്ടോ. ശത്രു. അപ്പോൾ
അങ്ങോട്ട് വന്നത്തെ എൻ്റെ അനിയൻ കുറേ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ അവരെ. താക്കോല് നോക്കുന്നു എൻ്റെ അടിക്കാള അപ്പം നാളെ കളിക്ക് മാറ്റി കൈ മാറ്റി കൂട്ടി കൂട്ടി താക്കോല് വണ്ടി വെച്ചിട്ടുണ്ട്. അമ്മ താക്കോലേ വണ്ടി വെച്ചിട്ടുണ്ടേ. നമ്മൾ നടക്കുന്നു. കുറേ നടക്കാനുണ്ട് കാരണം ഇറങ്ങി വീട്ടിൽ നിന്നേക്ക് തിരിച്ചു നമ്മുടെ വീടെത്താറായി. വീട്ടിൻ്റെ ഉള്ളിലേക്കുള്ള താക്കോൽ താക്കോൽ ആ കടന്ന ആ പിശാചിന്റെ ആണ്. അവനെ ഒരു ദിവസം ഞങ്ങൾ കുറേ ചീത്ത പറഞ്ഞു. വണ്ടി തന്നെ ഉണ്ട്. വണ്ടിയുടെ താക്കോൽ ചോദിച്ചു. വണ്ടി തന്നെയാണെന്ന് പറഞ്ഞു. വീട്ടിൽ വീട്ടിലേക്ക് അമ്മ വണ്ടിയായിട്ട് പുറകെ വരുന്നുണ്ടേ. അപ്പോഴൊക്കെ സ്പീഡിലെത്തണമെങ്കിൽ പോകണം. അതെ അമ്മ പറയില്ല അമ്മ ഇതാണ് അമ്മ സ്കൂട്ടർ. ഇവിടെ ഫുള്ള് കിട്ടും. ഞങ്ങളുടെ വീട്ടിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിലോ ഇവിടെ ഇങ്ങോട്ടുള്ള ലൈറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങളുടെ വീടെത്തി അപ്പച്ചൻ്റെ വീടാണ്. ഇരുട്ടും കുത്തി കിടക്കണമെന്ന് അറിയില്ല. എന്നെ തന്നെ കാണാൻ പറ്റുമ്പോൾ ലൈറ്റ് വന്നു കണ്ടാ. ഇന്നമ്മ താക്കോല് തുറ. അപ്പം വീട് തുറക്കാൻ പറഞ്ഞേക്കാണ്. അനിയൻ ഡയലോഗ് അടിച്ചിട്ട് അമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് പറയണം. ഓ ലൈറ്റ് ഇട്. ഏയ് ലൈറ്റ് ഓഫ് ചെയ്തോളെ നിൽക്കണോ? ലൈറ്റ് ഓഫ് ചെയ്തോളെ നിൽക്കണേ. അതെ വീടിൻ്റെ ഉള്ളിലെത്തി. സോറി ഗൈസ്. പിന്നെ ഇത്രയും ട്രോഫി എനിക്ക് കിട്ടിയതാണ്. അതെ അത് അവൻ്റെ ജീപ്പാണ് കാണിക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെത്തി. നീ കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കണം. ടോയ്സൊക്കെ ഇട്ട് വന്നേക്കണേ. നീ അടുത്ത് ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാവേ. അപ്പോൾ ബൈ ബൈ. പിന്നെ ഒരു ദിവസം വീണ്ടും കാണാം.